പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഡൊണാൾഡ് ട്രംപ് മന്ത്രിസഭയിൽ ഇലോൺ മസ്ക്. ട്രംപിന്റെ പുതിയ മന്ത്രിസഭയിൽ വിവേക് രാമസ്വാമിക്കൊപ്പം മസ്ക് സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് കൈകാര്യം ചെയ്യും. പുതിയ മന്ത്രിസഭയിൽ മസ്കിനെയും രാമസ്വാമിയെയും ഉൾപ്പെടുത്തിയതായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അറിയിച്ചത്. പുതിയതായി രൂപീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയായിരിക്കും ഇരുവർക്കും. സർക്കാരിനെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ മസ്കും രാമസ്വാമിയും പ്രയത്നിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അനാവശ്യ നിയന്ത്രണങ്ങളും പാഴ്ചെലവുകൾ ഒഴിവാക്കാനും ഫെഡറൽ ഏജൻസികളുടെ മുഖം മിനുക്കാനുമെല്ലാം ഇരുവരുടെയും സേവനം ഉപകാരപ്രദമാകും. സേവ് അമേരിക്ക മൂവ്മെന്റിന് അവ അത്യാവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു. പ്രസിഡന്റ് പദവിയിലെത്തിയാൽ ഇലോൺ മസ്കും മന്ത്രിസഭയിലുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തു തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിന്റെ പ്രചരണ പരിപാടികളിൽ സജീവമായി മസ്കും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഉപദേശം നൽകി UK വിസ ഇമിഗ്രേഷൻ വകുപ്പ്. വിസ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വിസ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശവുമായി UK വിസ ഇമിഗ്രേഷൻ വകുപ്പ്. തട്ടിപ്പുകാർ പലപ്പോഴും ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തുന്നത് വർദ്ധിച്ചുവരികയാണ്. കൂടാതെ വേഗത്തിലുള്ള വിസ പ്രോസസിംഗ് ക്ലെയിം ചെയ്യുക, അനധികൃത ചാനലുകളിലൂടെ പേയ്മെന്റുകൾ അഭ്യർത്ഥിക്കുക എന്നിവയാണ് തട്ടിപ്പിന്റെ മാതൃക. UK വിസ സേവനങ്ങൾക്കുള്ള എല്ലാ പേയ്മെന്റുകളും ഗവൺമെന്റ് വെബ്സൈറ്റ് വഴിയോ വിസയുമായോ ബന്ധപ്പെട്ട വകുപ്പുകൾ വഴിയോ നടത്തണം. ഇക്കഴിഞ്ഞ ജൂൺ 10 വരെയുള്ള കണക്കുകൾ പ്രകാരം വിസിറ്റ്, സ്റ്റഡി, വർക്ക് വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ UK വിസകൾ സ്വീകരിച്ചത് ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ അപേക്ഷാ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നീക്കത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ HE ലിൻഡി കാമറൂൺ അത്യാധുനിക UK വിസ അപേക്ഷാ സൗകര്യം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ നവീകരിച്ച VFS ഗ്ലോബൽ UK വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ ഇപ്പോൾ ബയോമെട്രിക് ഡാറ്റ ശേഖരണത്തോടെ ആരംഭിക്കുന്ന 2 ഘട്ട പ്രക്രിയ അവതരിപ്പിക്കുന്നു. ഡിജിറ്റൽ ഇതര അപേക്ഷകൾക്കായി ഡോക്യുമെന്റ് സ്കാനിംഗ്, കാത്തിരിപ്പ് സമയം കുറയ്ക്കൽ, സേവന കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ എന്നിവയും ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസികളുടെ റെസിഡൻസി സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾക്ക് കുവൈറ്റ് മന്ത്രിസഭയുടെ അംഗീകാരം. പ്രവാസികൾക്ക് കൂടുതൽ നേട്ടം. ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷൈഖ് ഫഹദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര യോഗത്തിലാണ് തീരുമാനം. റെസിഡൻസിയിലെ വ്യാപാരം നിരോധിക്കുക, വിദേശികളെ നാടുകടത്തുന്നതിനും പുറത്താക്കുന്നതിനുമുള്ള നിയമങ്ങൾ നിർണയിക്കുക, വിദേശ താമസ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ചുമത്തുക എന്നിവയാണ് കരട് നിർദ്ദേശത്തിലുള്ളത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നടപടി ശക്തമാകും. എൻട്രി വിസ നൽകൽ, റെസിഡന്റ് പെർമിറ്റ് പുതുക്കൽ എന്നിവയ്ക്ക് പണം വാങ്ങുന്നത് കടുത്ത നിയമലംഘനമായി കണക്കാക്കും. സ്പോൺസർമാർ വിദേശികളുടെ എൻട്രി വിസയുടെ സ്റ്റാറ്റസ് ആഭ്യന്തര മന്ത്രാലയത്തിൽ അറിയിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ എയർ ടാക്സി സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചു. 2026 സേവനത്തിന് തുടക്കം കുറിക്കും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു സമീപം നഗരത്തിലെ ആദ്യത്തെ ഏരിയൽ ടാക്സി വെർട്ടിപോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചതായി ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു. 3100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ സൗകര്യത്തിന് പ്രതിവർഷം 42,000 ലാൻഡിംഗുകളും 1,70,000 യാത്രക്കാരെയും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. ഡൗൺ ടൗൺ, ദുബായ് മറീന, പാം ജുമൈറ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ട സർവീസ്. ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷന്റെ ഔദ്യോഗിക പ്രവർത്തനം 2026 ആദ്യ പാദത്തിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോബി ഏവിയേഷനാണ് എയർ ടാക്സിയുടെ നിർമ്മാണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നത്. RTA ഉത്തരവാദിത്തത്തിലായിരിക്കും എയർ ടാക്സി സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഫ്ലെക്സിബിൾ ജോലി സമയം പ്രോത്സാഹിപ്പിക്കാൻ ദുബായ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട് RTA. ജീവനക്കാർക്ക് അനുയോജ്യമായി ജോലി സമയം നൽകിയാൽ തിരക്കേറിയ സമയത്തെ ഗതാഗതക്കുരുക്ക് 30% കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട്. ദുബായ് RTAയും ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് സർവേ നടത്തിയത്. 2 മണിക്കൂർ വ്യത്യാസത്തിൽ ജീവനക്കാരുടെ ജോലി സമയം ക്രമീകരിച്ചും മാസത്തിൽ 4-5 ദിവസം വിദൂര ജോലിക്ക് അവസരം നൽകിയും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാം. 58% കമ്പനികൾ വിദൂര ജോലി വിപുലീകരിക്കാൻ സന്നദ്ധത അറിയിച്ചു. 31% കമ്പനികൾ അനുയോജ്യമായി ജോലി സമയം തിരഞ്ഞെടുക്കാൻ അവസരം നൽകി.
ചില സർക്കാർ സ്ഥാപനങ്ങൾ രാവിലെ 6:30-നും 8:30-നും ഇടയിൽ ജോലി ആരംഭിക്കുന്നതിന് അനുവദിച്ചു. ഇതുമൂലം ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ഓഫീസിലെത്താൻ ജീവനക്കാർക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.